ഓട്ടോറിക്ഷയുടെ സാഹചര്യമൊക്കെ മാറി. പഴയ പോലെ ഓട്ടോറിക്ഷ പ്രാദേശികമായി മാത്രം ഓടുന്നതല്ല. ഈ അടുത്തൊരു ജില്ലയിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു താലൂക്കിലേക്കോ കയറാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടി ഓട്ടോറിക്ഷക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു തീരുമാനം ഗവൺമെൻറ് എടുത്തത്. ഉദാഹരണത്തിന് പത്തനാപുരം ടൗണിൽ നിന്ന് ഒരാൾക്ക് കലഞ്ഞൂരേക്ക് ഒരു ഓട്ടോറിക്ഷ പോകാൻ പറ്റത്തില്ല നിയമപരമായി. കലഞ്ഞൂർ നിൽക്കുന്ന ഒരാളിന് പത്തനാപുരം ടൗണിലേക്ക് ഓട്ടോറിക്ഷയിൽ വരാൻ പറ്റത്തില്ല. അപ്പോൾ അതൊരു അപ്രായോഗികമായ പരിഷ്കാരമാണ്. എന്നാൽ എല്ലാവരും പോകുന്നുണ്ട്, വരുന്നുണ്ട്. അവരെ പിടിച്ചു കഴിഞ്ഞാൽ അവരെ ഉപദ്രവിക്കുന്നുള്ളൊരു ഫൈനൊക്കെ വരുന്നുള്ള കാര്യം കൊണ്ടാണ് ഇത്തരത്തിൽ ചെയ്തത്. ഇത് എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ആ ജില്ലയുടെ അതിർത്തിയുള്ള പ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ. മാത്രമല്ല ഇപ്പോൾ ആളുകൾ ഓട്ടോറിക്ഷയിൽ ശബരിമലയിൽ പോകാറുണ്ട്. അതുപോലെ ആളുകൾ ഓട്ടോറിക്ഷയിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് പോയി ഹോസ്പിറ്റലിൽ പോകണം, പത്തനംതിട്ടയിൽ കോന്നി ആശുപത്രിയിൽ പോകണമെങ്കിൽ തലവൂരുള്ള ആളുകൾ ഓട്ടോറിക്ഷയിൽ പോകാൻ പറ്റത്തില്ല. ഒന്നീ കാർ പിടിച്ച് പോകണം, അല്ലെങ്കിൽ ബസ്സിൽ പോകണം എന്നുള്ളതാണ്. അപ്പോൾ ഓട്ടോറിക്ഷ അതിനെ ഓടാനുള്ള സൗകര്യം ഇപ്പോൾ സാങ്കേതികമായ മികവുണ്ട്, കുറച്ച് ദൂരം ഓടാനായിട്ട്. പണ്ടങ്ങനെയല്ല, ഇപ്പോഴൊക്കെ കഴിയും. അത് സാധാരണക്കാരുടെ ഒരു വാഹനം എന്ന നിലയിൽ ഓട്ടോറിക്ഷക്കാർക്കും സാധാരണക്കാർക്കും ഇതുകൊണ്ട് ഗുണമുണ്ടാവണമെന്ന ലക്ഷ്യത്തോടെയാണ് ഗവൺമെൻറ് തിരുത്തിയത്. ജില്ലയിൽ നിന്ന് 20 കിലോമീറ്ററിലേ പോകാൻ പറ്റത്തുള്ളായിരുന്നു ഇതുവരെ. ഇപ്പം എല്ലായിടത്തും